ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂൺ 11 വിശുദ്ധ ബർണബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. സ്വന്തം വസ്തു വിറ്റ് പണം സ്ലീഹന്മാരുടെ പക്കൽ സമർപ്പിച്ചവരിൽ ഒരാളായിരുന്നു ബർണബാസ്. ആശ്വാസപുത്രൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ജെറുസലേമിലെ ക്ഷാമവേളയിൽ പട്ടിണി പാവങ്ങളെ ബർണബാസ് കഴിവുപോലെ സഹായിച്ചു. പൗലോസ്ലീഹായോടൊപ്പം സുവിശേഷം പ്രസംഗിച്ചിരുന്നു. ലേഖനം: വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരിക്കുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുളി ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത്. ഉപമകളിലൂടെയല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളും അവയുടെ വ്യാഖ്യാനങ്ങളുമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമയും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെയും വളർച്ചയെയും വിശദമാക്കുന്നു. കടുകുമണി വളരെ ചെറുതാണ്, അതേസമയം അത് ദൃഢവുമാണ്. ആകാശപ്പറവുകൾക്ക് ചേക്കേറാൻ തക്കവിധം അത് വളർന്ന് വലുതാകുന്നുവെന്ന് ഈശോ തന്നെ പറയുന്നു. ദൈവരാജ്യം ആർക്കും തകർക്കാനാവാത്ത വിധം ദൃഢമാണ്. ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്കവിധം വിശാലവുമാണ്. ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ പതിപ്പായ തിരുസഭയുടെ കത്തോലിക്കതയും സാർവത്രികതയും ഇത് വ്യക്തമാക്കുന്നു. അല്പം പുളിമാവ് പിണ്ഡം മുഴുവനെയും പുളിപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ വ്യാപനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഫലത്തിൽ നിന്നാണ് മാവ് മുഴുവൻ പുളിച്ചുവെന്ന് മനസ്സിലാക്കുന്നത്. ദൈവരാജ്യം വ്യാപിക്കുന്നതും ശാന്തമായും സാവധാനവുമാണ്. അത് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് വചന പ്രഘോഷണത്തിലൂടെയും സാക്ഷി ജീവിതത്തിലൂടെയുമാണ് വ്യാപിക്കുന്നത്. ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ദൈവരാജ്യ വികസനത്തിന് ഉതകുന്നതാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.